ടിൻപിൻ സ്റ്റോറീസിൻ്റെ കെനിയ എക്സ്പെഡീഷൻ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കെനിയയിലത്തെ അവസാനത്തെ വീഡിയോ ആട്ടോ. അപ്പോൾ നൈറോബിയിലാണ് നമ്മുടെ ട്രാവൽ പാർട്ട്ണറായിട്ടുള്ള വൈൽഡ് എസ്കേപ്പിലെ അതുലിൻ്റെയും ശരത്തങ്കലിൻ്റെയും വീട്ടിൽ നിന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഞാനുണ്ട്, അതുലുണ്ട്, രമേശേട്ടനുണ്ട്. ഇവിടെ അടുത്ത് ഒരു മസായി മാർക്കറ്റ് ഉണ്ടോ. അപ്പോൾ വീട്ടിലേക്ക് കുറച്ച് അമ്മ, ചെറിയമ്മ, ലക്ഷ്മിയുടെ അമ്മ, അങ്ങനെ എല്ലാവർക്കും കുറച്ച് എന്തെങ്കിലുമൊക്കെ മേടിക്കാം. അങ്ങനെ കാര്യമായിട്ടൊന്നുമല്ല, ഞാനിങ്ങനെ ടൈറ്റായിട്ട് ബാഗ് പാക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നേ. ഒരു സ്പേസ് പോലും ഇല്ല. അമ്മ എൻ്റെ അടുത്ത് കുറേ പറഞ്ഞതാണ് പെട്ടി കൊണ്ടൊക്കെ വന്നു, പക്ഷേ കൊണ്ടുവന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട്, പക്ഷേ ബാഗിൽ സ്ഥലമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ കെനിയ എക്സ്പെഡീഷൻ സീരീസിൻ്റെ അവസാനത്തെ എപ്പിസോഡിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ ഹരി, വെൽക്കം ടു ടിൻപിൻ സ്റ്റോറീസ്. എനിക്ക് ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല കേട്ടോ. എനിക്കങ്ങനെ മതിയായില്ല കെനിയ. പക്ഷെ നമ്മളൊരു ഫിക്സ് നമ്പർ ഓഫ് ദിവസമൊക്കെ തീരുമാനിച്ച് റിട്ടേൺ ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് അവിടെ നിന്ന് വന്നത്. അതുകൊണ്ട് തന്നെ പോവുക, അത് നിവർത്തിയില്ല. അപ്പം അതിലും രമേശ് ചേട്ടൻ എന്ത് കാറിൽ കയറി ഇരിക്കുന്നെന്ന് തോന്നുന്നുണ്ട്. ഇല്ല, കയറാൻ പോകണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം കൂടെ വേണേ മസായി മാർക്കറ്റ് അല്ലേ? നമ്മൾ മസായി മാർക്കറ്റ്. അവിടെ എന്തൊക്കെയാണ് കിട്ടുക? നമ്മൾ സുവനിയേഴ്സ്, ഹാൻഡിക്രാഫ്റ്റ്സ്, അങ്ങനെ സാധനങ്ങളൊക്കെ നോക്കാം എന്ന് വിചാരിച്ചിട്ട് പോകട്ടോ. പിന്നെ ഇവിടെ ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ക്വിക്ക് മാർട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റ് ചെയിൻ ഉണ്ട്, അവിടെ പോവാം. പിന്നെ ലക്ഷ്മി കുറച്ച് സാധനങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്, മുളക് പൊടി അങ്ങനത്തെ സാധനങ്ങൾ, ചേവിടയോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്, കെനിയൻ ചേവിട. അപ്പോൾ അതൊക്കെ മേടിക്കാം. നാളെ പുലർച്ചെ 5:30 അങ്ങോട്ടാണ് കേട്ടോ ഫ്ലൈറ്റ്. പക്ഷെ നമുക്ക് കുറച്ച് നേരത്തെ പോകണം, കാരണം നമ്മുടെ ഡ്രോൺ അവിടെ കസ്റ്റംസിൽ പിടിച്ച് വെച്ചേക്കാണല്ലോ. അപ്പോൾ അത് എടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ കുറച്ച് നേരത്തെ 2 മണിക്കൂർ നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പ്രോസസ്സൊക്കെ ആയിട്ട്. പോവാന്നാ സങ്കടം ഉണ്ടെങ്കിൽ മോണിന് ഒന്ന് വേഗം പോവോ? അങ്ങനെയായില്ലേ? അത്രയല്ലോ അല്ലേ രമേശേട്ടനോ സങ്കടം? രമേശേട്ടൻ കുറെ ദിവസമായി പറയണോട്ടോ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഇവിടെ പോകുന്ന വഴി നല്ല മഴ, അതിൻ്റെ ഇടയിൽ ഒരാൾക്ക് ചായ കുടിക്കണം, കാപ്പി കുടിക്കാൻ ജാവയിൽ കയറിയതാ. മിസ്റ്റർ ജാവമാൻ. രാവിലെ ജാവ വേണം, വൈകുന്നേരം ജാവ വേണം. അപ്പോൾ കാപ്പി കുടിക്കാൻ കയറിയതാ കേട്ടോ. നല്ല മഴ കേട്ടോ, മഴയും നല്ല ട്രാഫിക്കും. കുറേ നേരം ഇറങ്ങിയിട്ട് വീട്ടായി തുടങ്ങി. ഞാൻ പോകുന്നതിന് ഇവിടെ പലർക്കും സങ്കടമില്ലെങ്കിലും നൈറോബി കരയുകയാണ്. ഞങ്ങളൊരു ക്യാപ്പച്ചീനൊക്കെ പറഞ്ഞ് ഇവിടെ തിരമിസു കേക്കൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഒന്ന് മഴ തരാൻ വെയിറ്റ് ചെയ്യാണ്. അവിടെ നമുക്ക് ഈ മാർക്കറ്റിൽ പോയാൽ മഴ ഉണ്ടാവുമോ? ഓപ്പൺ അത് ഓക്കെ, അവിടെയാണല്ലോ. ഞങ്ങൾ ഡയമണ്ട് പ്ലാസ എന്ന് വേണ്ടൊരു മോളിലെത്തിയേക്കാം കേട്ടോ. അപ്പോൾ ഇത് മോസ്റ്റ്ലി ഇന്ത്യൻ കടകളും ഇന്ത്യൻ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെയാണ് മസായി മാർക്കറ്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ വരുന്ന വഴിക്കൊരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, 2 ബിൽഡിങ്ങിനെ കണക്ട് ചെയ്യുന്ന. അപ്പോൾ ആ ബ്രിഡ്ജിൽ കുറേ ആൾക്കാർ ഇതുപോലെ ഇരുന്ന് ഓരോ ഹാൻഡിക്രാഫ്റ്റും സാധനങ്ങളൊക്കെ വിൽക്കുക കേട്ടോ. എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഹലോ. അത് ശരി, നിങ്ങൾ സ്ഥിരം ആൾക്കാരാണല്ലേ? എനിക്ക് മാഗ്നറ്റ് വേണം കേട്ടോ. അപ്പോൾ ഇത് എടുക്കണം, പല സ്ഥലത്തും മേടിക്കണം എന്ന് ചെയ്തപ്പോൾ അതിൽ പറഞ്ഞു നമുക്ക് അവിടെ പോയി നൈറോബിയിൽ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എവിടെയും വാങ്ങിയില്ല. ഇതൊക്കെ ഇരിക്കട്ടെ. How much is this one? I'll do for you 250. 250. ഞാൻ 2 മാഗ്നറ്റ് എടുത്തു. ഒന്ന് ദ ബിഗ് 5 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനവും, പിന്നെ ഒരു മസായി കെനിയ എഴുതിയേക്കണം കേട്ടോ. പിന്നെ കുറച്ച് ആംഗ്ലറ്റും കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. അമ്മയ്ക്ക്, ചെറിയമ്മയ്ക്ക്, ലക്ഷ്മിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കുറച്ചെണ്ണം വാങ്ങാം.
ഓക്കെ കേട്ടോ, വാങ്ങിച്ച സാധനങ്ങൾ ഒരാന വാങ്ങിച്ചു കേട്ടോ. ഇത് വലിയ ആനയാണ്. നമ്മൾ ഇക്വേറ്ററിൽ പോയപ്പോൾ മേടിച്ചത് കുഞ്ഞി ആന കേട്ടോ. അപ്പോൾ അത് കുഞ്ഞിത് വരണം, ഇത് വലുത് വരണം. പിന്നെ ഈ മാല കണ്ടോ, ഇതെന്താ അതിലെ ട്രഡീഷണൽ? ഇത് ബീഡ്സ് ആണ് കേട്ടോ, ട്രഡീഷണൽ ബീഡ്സ് ഇത് ഉണ്ടാക്കി കുറെ ആൾക്കാർ ജീവിക്കുന്നുണ്ടല്ലേ? പിന്നെ ബീഡ്സ് വലിയൊരു ഇതാണ് അവരുടെ സോഴ്സ് ഓഫ് ഇൻകം. അപ്പോൾ അങ്ങനത്തെ മാല മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒരെണ്ണം ഇങ്ങനെ ഈ ഒരു മൾട്ടി കളർ ഉണ്ട്. പിന്നെ ബ്ലാക്ക് അതേപോലെ ഒരു സാധനം ഉണ്ട്. പിന്നെ അതിനനുസരിച്ച് കമ്മലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് 300 രൂപയും ഈ കുഞ്ഞി കമ്മലുണ്ടല്ലോ ഇത് രണ്ടിനും കളറിനനുസരിച്ചുണ്ട്. എവിടെ ഇതിൻ്റെ മറ്റേ ഭാഗം ഇതേ ഇതിന് 100 കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച ഫ്രിഡ്ജ് മാഗ്നറ്റ്, പിന്നെ കുറച്ച് കമ്മൽ, കെനിയയുടെ ബാൻഡ് അല്ല അതിൻ്റെ കിടക്കണ വലുതല്ലേ. ഞാനിത് കസ്റ്റം മെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടത് ഡബിൾ ലെയർ. അത് ഓക്കെ, അതെവിടെ ചെയ്യണതാ? അതോടെ പറഞ്ഞ് ചെയ്യിപ്പിക്കും ഇവരോട്. ഓക്കെ, അപ്പോൾ ഇതും ഒരെണ്ണം നമുക്ക് എടുക്കാം ഒരു ഓർമ്മയ്ക്ക്. ഇവിടെ വേറെയും കുറേ സാധനമൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇൻറ്റീരിയർ ആയിട്ട് വയ്ക്കാൻ നല്ല വെയിറ്റ് ഉള്ള ഒരു ഇതാണ്. ഒരു മുതല ഇങ്ങനെ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് ഇറങ്ങുന്ന പോലെ സോപ്പ് സ്റ്റോൺ ആണ്. സോറി, ഹിപ്പോ മുതല അല്ല. ഇതെന്താ, ഇത് മുതലാണോ? ഇതും ഹിപ്പോ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഇവിടെ മരം കൊണ്ട് ഉണ്ടാക്കിയ സംഭവങ്ങൾ, ചെസ് ബോർഡുകൾ, കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ ആൻറ്റിയുടെ കടയിൽ മാത്രമാണ് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും കുറേ ഉണ്ട്. ഇത് സൂപ്പ് വയ്ക്കാനുള്ള ട്രേ, കല്ലിൻ്റെ പോസ്റ്ററുകൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പുറത്തെ ബാഗുകളൊക്കെ പലതരത്തിലുണ്ട് കേട്ടോ. എനിക്കിതൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, പക്ഷേ ഇതെല്ലാം കൊണ്ടുപോകാൻ സ്ഥലമില്ല. അടുത്ത പ്രാവശ്യം തൊട്ട് ഈ ബാക്ക് പാക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് പതുക്കെ പെട്ടിയിലേക്ക് കിടക്കേണ്ടി വരും തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അതൊക്കെ ജിറാഫ്, ഇവിടെയൊക്കെ മാലയുടെ പലതരം വെറൈറ്റികൾ എല്ലാം അടിപൊളിയുണ്ട് കേട്ടോ. എല്ലാം നല്ല കളർഫുള്ളാണ്. പിന്നെ ഡ്രസ്സ് ഉണ്ട്, സ്കേർട്ടുകൾ. എനിക്ക് തോന്നുന്ന സ്ത്രീകൾക്കുള്ള സാധനം ഇൻറ്റീരിയർ ആയിട്ടുള്ള ഇതൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ടുള്ള. ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ. പെട്ടെന്ന് കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ബ്രൈറ്റ് കളറായിട്ട് തോന്നും. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ടേബിളിൻ്റെ മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല രസമുണ്ട്. അല്ലാതെ നല്ല ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല. I think that is too big. This is African necklace. This is clay. Clay? Yeah. ഭയങ്കര വലുതായി പോവോ? ഇത് അൺഈവൻ ഷേപ്പാണ്, അതാണ് അതിന്റെ ഭംഗി. കൈകൊണ്ട് കളിമണ്ണാട്ടോ, കളിമണ്ണോണ്ട് ഉണ്ടാക്കി You can see. പെയിന്റ് You ചെയ്തേക്കാണ്. can see. ആ, യാ, It is ഓക്കെ, I'll take this one. Okay. Enough. Okay. Yeah. That children like this one. Show your wife. Very nice. Very beautiful. Very sexy. No, thank you. This. And this one. എല്ലാം നല്ല കേട്ടോ. ഓരോന്ന് കാണിക്കുമ്പോൾ അങ്ങനെ കൂട്ടം കൂടി ഇരിക്കുമ്പോൾ നമുക്ക് അത്ര നന്നായി തോന്നില്ല. പക്ഷെ ഓരോന്നായിട്ട് എടുക്കുമ്പം ഭയങ്കര രസമായിട്ടോ. അതൊക്കെ നന്നായിട്ടുണ്ട് കാണാൻ. അവർ ഞാൻ സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല അല്ലേ അതൊക്കെ? 200. ഓക്കെ, I'll take this also. Yeah, enough. 300 and then necklace 900. എല്ലാം കൂടി 3500 ഷില്ലിങ്ങിൻ്റെ സാധനങ്ങളായിട്ടാ. ഓക്കെ, താങ്ക് യു മാമ. താങ്ക് യു. ഇനി വാ, ചെരുപ്പ് ആ, പോവാ. ഓക്കെ, ഷുവർ. ഓക്കെ, താങ്ക് യു. അതിൽ ഈ ഗസ്റ്റൊക്കെ വരുമ്പോഴും പിന്നെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ കെനിയ വരുമ്പോഴും ഇവിടെ വന്നിട്ട് പരിചയമായിട്ട് അവർ പറയാണ് യു ഹാവ് ഗിവൺ മീ ടു മച്ച് മണി എന്ന്. ഇവിടെ ഈ മസായി ചെരുപ്പ് ഭയങ്കര ഫേമസ് ആട്ടോ. ഇത് ബേസിക്കലി സ്ത്രീകൾക്കുള്ളതല്ലേ? അപ്പോൾ മസായി ചെരുപ്പുകളാട്ടോ ഇതൊക്കെ. മസായികൾ ഉണ്ടാക്കുന്നത് size 4 and size 7. ഇത് ലെതറാ. ഓക്കെ, ഇത് ലൈഫ് ലോങ് ഗ്യാരണ്ടി എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ കസിൻസും പലരും 8-10 വർഷമായിട്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ കൊല്ലം പുതിയത് പോകുന്ന വെച്ചാലും സ്റ്റിൽ പഴയതൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഇത് ഈ സൈഡ് റബ്ബറാണോ? ഒരു സൈഡ് ഈ ഗ്രിപ്പില്ലേ? ആ, ഗ്രിപ്പ് റബ്ബർ. ഇതില് കണ്ട ബാക്കിയെല്ലാം ഈ മേലത്തെ ഇത് ലെതറാണ് വരുന്നത്. ഈ സോള് പോലുള്ളത് റബ്ബർ. ഞങ്ങളിങ്ങനെ ഓരോ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു ബാഗ് നല്ലല്ലേ? സാധനത്തും മേടിക്കണ്ട. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, ഇതുപോലത്തെ ബാഗും ഒക്കെ. ലക്ഷ്മിനെ അതൊന്നും വീഡിയോ കോൾ തോന്നുന്നില്ല. ചെയ്തിട്ട് വീഡിയോ കോളിൽ ഇതേ നിങ്ങൾ ബാഗ് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓക്കെ ആണോ?
അതെ, ഇതിൽ കളേഴ്സ് ഉണ്ട്, നോക്ക്. അത് റെഡ്, ബാക്കിലുള്ള ചെറിയൊരു ബ്ലൂ, ഇത് കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൂ, ഗ്രേ, ബ്ലാക്ക്, ഗ്രേ, ബ്രൗൺ, ഇപ്പോൾ സാധനമുണ്ട്. ബ്ലാക്ക് ഒരു രസമല്ല, അതിന് നല്ല ബ്ലൂ ആണ്. 1000 രൂപ. 1000 രൂപയില്ല. ആ, ഏകദേശം 1000 രൂപയുടെ അടുത്ത് വരില്ല, 1300 എന്ന് പറഞ്ഞാൽ. അത്ര വരില്ല. അത്ര വരില്ല. ആ, പൈസ കളയണ്ടെന്ന് പറഞ്ഞു. ശരി എന്നാ, ടാറ്റ, ബൈ ബൈ ബൈ, വെച്ചു, ടാറ്റ, വെച്ചു. സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങി. ഇനി ഒരു സൂപ്പർ മാർക്കറ്റിലൂടെ പോകാനുണ്ട് നമുക്ക്. പക്ഷെ നല്ല മഴയും ട്രാഫിക് ജാമുമാണ്. ട്രാഫിക് ഒക്കെ കഴിഞ്ഞ് നമ്മളത് സൂപ്പർ മാർക്കറ്റിൽ എത്തി കേട്ടോ. ഇന്ന് രാവിലെ ഞാനും രമേശ് ചേട്ടനും കൂടി വെറുതെ ഇങ്ങനെ നടന്നിട്ട് ഈ സൂപ്പർ മാർക്കറ്റിൽ വന്ന് കാപ്പി കുടിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി വെച്ചു. ലക്ഷ്മി ചേച്ചി ഈ പറഞ്ഞ സാധനം ഇതൊക്കെയാണ് കേട്ടോ. ചിക്ക സ്കോച്ച് ബോണറ്റ് ചില്ലി സോസ്. അപ്പോൾ അതിൽ പറയണത് ഈ നാട്ടിൽ നിന്ന് ആൾക്കാർ കഴിക്കാത്ത സാധനമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇതല്ലാണ്ട് വേറൊരു സാധനം പറഞ്ഞത് ഇതല്ല, ട്രോപ്പിക്കൽ ഹീറ്റിൻ്റെ ബാർബിക്യൂ സീസണിങ്, പിന്നെ ഡോർമെൻസ് കോഫി. അപ്പോൾ അതൊരു 3 മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് അതിൽ പറഞ്ഞു ബറാക്ക, അങ്ങനെയാണ് പറയുക, ബറാക്ക ചായ്. ഇത് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ്. ഇത്രയും സാധനം മേടിച്ചു. പിന്നെ ഒരു ജിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു ഷോപ്പുണ്ട് ആൽക്കഹോളൊക്കെ ഉള്ളത്. ഒരു ജിന്നും വാങ്ങി. ഹിംസ ഇവിടുത്തെ ഈ ഹെയിൻസ് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ശരിക്കും ഇങ്ങനെ ടൊമാറ്റോ പ്യൂരി കഴിക്കുന്ന പോലെയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ അതിൽ പറയുന്നത്. ഞങ്ങളൊരിക്കൽ നമ്മൾ പിസ്സ കഴിച്ചില്ലേ മസായ്മാരെ പോകുന്ന വഴി, അന്ന് ഇത് മുക്കിയിട്ടാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മോളെ ചിക്ക എടുക്കണില്ല കേട്ടാ. പോവാ. ഇനി ചേവിട, കെനിയൻ ചേവിട അതേ ഇരിക്കുന്നു. ചില്ലി ലെമൺ ഒറിജിനൽ സാധനം ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതല്ല ഒറിജിനൽ. വലുത് വേണ്ട. ഇനിയിപ്പോൾ ഇത് എവിടെ വെക്കുക? അതെല്ലാം കൂടി അത് മതി, ചെറിയ പാക്കറ്റ് മതി. ഞാൻ കൊടുത്തയക്കത് വേണ്ട, കുഴപ്പമില്ല. അപ്പോൾ അതുമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോയാലോ. കുറേ നേരം 8 മണി. ഞങ്ങൾ കുറേ നേരം ട്രാഫിക്കിൽ കിടന്നു കേട്ടോ. ഏകദേശം ഒരു 1 മണിക്കൂറിനടുത്ത് ട്രാഫിക്കിൽ കിടന്നു. നല്ല വെള്ളപ്പൊക്കമൊക്കെ ആയിരുന്നു വരുന്ന വഴിക്ക്. ഇതൊക്കെ സാധനങ്ങളാണെന്ന് പറയുമ്പോൾ മേടിച്ചുകൊണ്ട് പോകാൻ. ഹണി ഇരിക്കുന്നുണ്ട്, പലതരത്തിലുള്ള ഹണി. ഇതൊക്കെ ഇവിടുത്തെ ലോക്കലി വരുന്ന കേട്ടോ. അതായത് ഇവിടുന്ന് ഒരു 1-2 കിലോമീറ്റർ ചുറ്റളവിലുള്ളതാണ്. ലെമൺ ജിഞ്ചർ ഹണി ഉണ്ട്, സിനമൺ ഹണി ഉണ്ട്, ട്രോപ്പിക്കൽ ഹണി, ഹൈലൻഡ് ഹണി, അക്കേഷ്യ ഹണി, അങ്ങനെ പലതരം ഹണികൾ. നമുക്ക് ലൂസായിട്ട് ബോട്ടിൽ കൊണ്ടുവന്നാൽ ഇതിൽ എടുത്ത് നിറച്ചുകൊണ്ട് പോകാം കേട്ടോ. പിന്നെ കുറേ ഈ സാധനം ഇവിടെ ഭയങ്കര ഫേമസ് ആണ്, റെഡ് ചില്ലി അച്ചാർ. ഈ സാധനം ഇത് കുറേ കാണാം. പിന്നെ ഈ സാധനം കാണാം, കഷാട്ടയോ എന്താണെന്ന് വെച്ചാൽ അത്. ഇതെടുത്താലും ഒരു പാക്കറ്റ് 1/2 കിലോൻ്റെ. എനിക്ക് ഫ്ലൈറ്റിൽ തിന്നുകൊണ്ട് പോകാം. അത് മതി. ചെന്നിട്ട് വേണം പാക്ക് ചെയ്യാൻ. നാളെ രാവിലെ 6:40 ഫ്ലൈറ്റ്. ഡ്രോൺ എടുക്കാനുള്ളതുകൊണ്ട് ഒരു 2 മണിക്കൂർ മുമ്പ് എത്താൻ പറഞ്ഞിട്ടുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങി 11:15 വീടെത്തി. ഓർഡർ ചെയ്ത ഡിന്നറും കഴിച്ച് അതിലും രമേശ് ചേട്ടനും കിടന്നു. ശരത്തങ്ങൾ സ്ഥലത്തില്ല കേട്ടോ. അങ്കിളുടെ സിസ്റ്ററിന്റെ മകളും ഫാമിലിയും കെനിയ കാണാൻ വന്നിട്ടുണ്ട്. അവരെയും കൂട്ടി ഇന്നലെ മസായ്മാരേക്ക് പോയേക്കാണ് അങ്കിൾ. തിരിച്ചു പോകുമ്പോൾ അങ്കിൾ ഇല്ലാത്തത് ശരിക്കും കഷ്ടമായിപ്പോയി. ഞാൻ രാത്രി ഉറങ്ങിയില്ല കേട്ടോ. വീഡിയോസൊക്കെ അങ്ങനെ കോപ്പി ചെയ്തിരുന്നു. പിന്നെ യൂട്യൂബൊക്കെ കണ്ടങ്ങനെ ഇരുന്നു. സമയം 3 മണി കേട്ടോ. 3 മണിയായിട്ടുണ്ട്. ഞങ്ങളൊരു 3:10 ആകുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. രമേശ് ചേട്ടൻ അവിടെ റെഡി ആവുന്നു, അതിലവിടെ റെഡി ആവുന്നു. ഇവിടെ നിന്ന് ഒരു 1/2 മണിക്കൂറിൽ നമുക്ക് എയർപോർട്ടിൽ എത്താൻ പറ്റും. ആകെ ഈ യാത്ര പോകുമ്പോൾ ഉണ്ടല്ലോ, എവിടേക്കെങ്കിലും പോകുമ്പോൾ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഫസ്റ്റ് എപ്പിസോഡിൽ, യാത്ര പോകുമ്പോൾ ആകെ ഒരു മനപ്രയാസമാണ്. പിന്നെ ഇത്രയും ദിവസം കെനിയയിൽ നിന്നിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ എൻ്റെ ഒരു ചെറിയൊരു വിഷമം ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായി, ബാഗൊക്കെ സെറ്റാക്കി. ഇങ്ങോട്ട് വരുമ്പോൾ 12 കിലോ ഉണ്ടായിരുന്നുള്ളൂ ബാഗ്. സാധനങ്ങളൊക്കെ മേടിച്ചപ്പോൾ 19 കിലോ ആയിട്ടോ. 2 പേരുടെയും ഉറക്കം കളഞ്ഞു. ഞാൻ ബാഗ് ഇടുന്നു. ആദ്യമായിട്ടാണ് ഈ ബാഗ് ഇത്ര വെയിറ്റ് എടുക്കുന്നത്. ചെറിയ തണുപ്പുണ്ട് കേട്ടോ. അത് മാത്രമല്ല ഇത് എടുത്തിട്ടേക്കാണ് എൻ്റെ റീസൺ. ബാഗിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് മാക്സിമം എടുത്തിട്ടേക്കാണ് വെയിറ്റ് ഉള്ളതൊക്കെ. അപ്പോൾ ഈ ജാക്കറ്റ് ഇരുന്ന കുറേ സ്ഥലം പോവുമല്ലോ. അയ്യോ, എനിക്ക് പോകണമെന്നൊന്നുമില്ല. എത്ര കിലോമീറ്റർ ആയി മൊത്തം?
മാറയിലത്തെ നമ്മൾ കൂട്ടിയിട്ടില്ല. മാറയിൽ ഒരു 60 ഓടിയിട്ടുണ്ടാവും. പിന്നെ ട്രിപ്പ് ഇട്ടത് ഒരു 30 കിലോമീറ്റർ കഴിഞ്ഞിട്ടാ. അപ്പോൾ ഒരു 100 കിലോമീറ്റർ കൂട്ടാം. അപ്പോൾ 2700 കിലോമീറ്റർ അല്ലേ. അപ്പോൾ 2720 കിലോമീറ്റർ കെനിയയിൽ റോഡ് ട്രിപ്പ് ചെയ്തിട്ടാണ് തിരിച്ചു പോകണം. ഇനി എയർപോർട്ടിലേക്ക് ഒരു 10 കിലോമീറ്റർ ഉണ്ടെന്ന് വിചാരിക്കാം. സന്തോഷമായി. സ്കാൻ ചെയ്ത് അപ്പുറത്തേക്ക് വരാം. ബാഗ് എടുക്കണം. പിന്നെ വെറുതെ അതെന്താ എൻ്റെ ഉദ്ദേശം വന്നിട്ട് പറയാം, സമയമില്ല. അതായത് എയർപോർട്ടിനുള്ളിലേക്ക് കയറുമ്പോൾ പാസഞ്ചേഴ്സ് സ്ക്രീനിങ് ഏരിയ ഉണ്ട് ഇത്ര. ഞാനത് ആദ്യമായിട്ട് കാണാം കേട്ടോ. ഇതിവിടെ മാത്രമേ ഉള്ളൂ? ഇവിടുന്ന് നടന്ന് ക്രോസ് ചെയ്യുക. ഓക്കെ. പിന്നെ അപ്പുറത്ത് എത്തി കഴിഞ്ഞാൽ വണ്ടിക്ക് കയറി പോകാം എയർപോർട്ട് വരെ. ഓക്കെ. അപ്പോൾ അതെ ജോമോ കെനിയാട്ട എയർപോർട്ടിൻ്റെ ഒരു ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ആ വഴി പോയി ഞങ്ങൾ എന്തൊക്കെ കയറി സ്ക്രീൻ ചെയ്ത് അപ്പുറത്തെത്താട്ടോ. ഇനിയിപ്പോൾ ഇവിടെ വീഡിയോ എടുക്കാൻ പാടുന്നില്ല. ശരിക്കും കോമഡി കേട്ടോ. സ്ക്രീൻ ചെയ്യാൻ അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കിടന്ന് ഉറങ്ങുകയാണ്. അതിലെത്തിയിട്ടില്ല. ഞങ്ങളപ്പോഴത്തേക്ക് ഇവിടെ എത്തി. വെറുതെ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇറങ്ങി. അവരെവിടെ ഇരുന്ന് ഉറങ്ങുക. എന്താ എൻ്റെ ഉദ്ദേശം? ബേസിക്കലി വെസ്റ്റ് ഗേറ്റ് മോൾ ടെറർ അറ്റാക്ക് ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് കെനിയൻ സെക്യൂരിറ്റി ഇത്രയധികം ബീഫപ്പ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഈ പുതിയ എയർപോർട്ടിൽ ഇത് വന്നതും കാര്യങ്ങളും. അപ്പോൾ അതിന് ശേഷം ആൾക്കാരിങ്ങനെ അതിൽ നടന്നു പോകാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കി. ഇതേ നമ്മളെ ഇത്രയും ദിവസം കൊണ്ട് നടന്ന പ്രാഡോ, പിന്നെ നമ്മളത് ഫുൾ സപ്പോർട്ട് ചെയ്ത 2 ആൾക്കാർ. അങ്കിള് മിസ്സിങ് ആട്ടോ. അങ്കിളുടെ റിലേറ്റീവ്സിനെ കൊണ്ട് മസായിമാരെ പോയിക്കാണ്. അപ്പോൾ അങ്കിളില്ലാത്തത് വലിയ കഷ്ടമായി. അങ്കിളിനെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക അവിടുന്ന് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ശരി മോനെ, കാണാം. എന്നാണ് അടുത്തത്? ഇനി വരാം. ഞങ്ങൾ ഇവിടുന്ന് ആൾക്കാരെ കയറ്റി വിടുന്നതിന് മുന്നേ അടുത്ത ഡേറ്റും ചോദിച്ചിട്ട് കയറ്റി വിടാറില്ല. ലക്ഷ്മിയെ കൊണ്ടുവരാം എന്തായാലും. ഓക്കെ ചേട്ടാ, ശരി എന്നാ കാണാട്ടാ. ഓക്കെ ബൈ. വിളിക്കാം. അപ്പോൾ ശരി ശരി കേട്ടോ. കണ്ടതില് സന്തോഷം. ഓക്കെ, ഞാനല്ലേ പറയണ്ടേ. താങ്ക് യു സോ മച്ച്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രാഡോ കുട്ടനും താങ്ക് യു. 100 ഡേ ആണ് ചേട്ടാ. ഞാൻ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഡ്രോണിന്റെ കാര്യമൊക്കെ എന്താ. ഓക്കെ ശരി, ബൈ. ഇത് ഞാൻ വന്ന എയർപോർട്ടാണോ? ഇത് ഇത്ര വലുതായിരുന്നില്ലല്ലോ ഞാൻ വന്നപ്പോ. ഞാൻ വന്നതേ ആ ഇതില്ലേ അവിടെ ഒരു ലൈറ്റ് കാണാനില്ലേ? ഓക്കെ ഓക്കെ, അതിലാണ്. അത് വേറെ എയർപോർട്ടല്ലേ? ഇത് കുറച്ചും കൂടി വലുതാ. ബൈ, കേറിട്ട് മെസ്സേജ് ചെയ്യാം. ഓക്കെ. പാവങ്ങൾ കേട്ടോ, കുറെ കഷ്ടപ്പെട്ടു എനിക്ക് വേണ്ടിയിട്ട്. ബൈ. വരാം. നമുക്ക് ചെക്ക് ഇൻ ചെയ്ത് ബാഗൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം കസ്റ്റംസിൽ പോയിട്ട് നമ്മുടെ ഡ്രോൺ എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ഒരു ദിവസത്തേക്ക് 30 സെൻറ്റാണ് ഇവിടെ വാടക വയ്ക്കാനതിന്. അത് ആദ്യത്തെ 7 വർക്കിംഗ് ഡേ കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള ദിവസങ്ങളിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് ഡോളറിൽ പേ ചെയ്യണം. അതിനുള്ള ഡോളറൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം കയറട്ടെ കേട്ടോ. അവിടെ പട്ടാൾക്കാരും പോലീസുകാരൊക്കെ നോക്കണം. ആദ്യം തന്നെ ബാഗ് സ്ക്രീൻ ചെയ്തു കേട്ടോ. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ ആദ്യം പോയിട്ട് ബോർഡിംഗ് പാസ് എടുക്കണം. എന്നിട്ട് ഇമിഗ്രേഷന് കയറുന്നതിന് മുമ്പ് വേറൊരു ടെർമിനലിലാണ് വന്നിറങ്ങിയത്. അപ്പോൾ അവിടെ പോയിട്ട് ഡ്രോൺ എടുത്തിട്ട് വേണം ഇമിഗ്രേഷൻ കഴിയാൻ. ക്യൂ നിൽക്കട്ടെ. ബോർഡിംഗ് പാസ് കിട്ടി, കയറിയ ടെർമിനലിൽ വന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാൻ ഒരു പാസ് വേണം കേട്ടോ. ഈ പാസ്. അപ്പോൾ നമ്മുടെ പാസ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് ഈ ID കാർഡ് തരും. അതിട്ട് ടെർമിനൽ 1E കൂടെ അകത്തേക്ക് കയറണമെന്ന് പറഞ്ഞു. എനിക്കറിയില്ലായിരുന്നു കെനിയയിൽ വരുമ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടെന്ന്. അപ്പോൾ ഇതിനേക്കാൾ വലിയ ഇഷ്യൂ എന്താണെന്ന് അറിയോ? മെയ് 1 തീയതി മുതൽ ഇന്ത്യയുടെ അകത്തേക്ക് DJI ഡ്രോൺസ് എൻട്രി ഇല്ല അത്ര. അതായത് മോസ്റ്റ്ലി പിടിച്ചു വയ്ക്കാനാണ് ചാൻസ് എന്നാണ് പറയുന്നത്. ഞാൻ ബോംബെ കസ്റ്റംസിൽ എൻ്റെ ഒരു ഫ്രണ്ടിന് പരിചയമുള്ള ആളുണ്ട്. അന്വേഷിച്ചപ്പോൾ ചാൻസ് കൂടുതലാണ് പിടിക്കാൻ. റെഡ് ചാനലിൽ കൂടെ കൊണ്ടുപോവാ. അവിടുത്തെ സെക്യൂരിറ്റിയുടെ മൂഡ് പോലെ ഇരിക്കുന്നതാണ് പറഞ്ഞത്. ഓ യെസ്, ഇത് തന്നെ ഇവിടെയാണ് അന്ന് വന്നത്. Excuse me, ma'am. Excuse me. Can I come in? ഗേറ്റ് ക്ലോസ് ചെയ്യാൻ 10 മിനിറ്റും കൂടിയേ ഉള്ളൂ. ബാക്കി കഥ ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. എല്ലാത്തും നേരം നോക്കി എസ്കലേറ്റർ നോക്കി കഴിഞ്ഞു.
സോ ബേസിക്കലി നമ്മൾ എത്താറായെന്ന് തോന്നുന്നുണ്ടോ. ഗേറ്റ് നമ്പർ 5 ഒരു 20 മിനിറ്റ് എന്നെ കസ്റ്റംസിലിരുത്തി കേട്ടോ. എന്നിട്ട് അവർ ബാഗ് തപ്പാൻ പോയി ഡ്രോണിൻ്റെ. എന്നിട്ട് 20 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ട് പറയാം ബാഗില്ലാന്ന്. എൻ്റെ കിളി പോയി. എന്നിട്ട് എന്നെ കൊണ്ട് വെയർ ഹൗസിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഒരു 10-50 ഇതേപോലെ ഡ്രോണിൻ്റെ ബാഗുകളിരിക്കണം. അത് നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. ഭാഗ്യത്തിന് എൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റാപ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കിട്ടി. ഇല്ലെങ്കിൽ നല്ല പെട്ടുപോയനെ. ഫ്ലൈറ്റ് 10 മിനിറ്റ് ഡിലേ ആണ്. അപ്പോൾ എല്ലാവരോടും ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അയ്യോ, ഒരു തരത്തിലാണ് ഇവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റംസിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവിടെ എല്ലാ ബാഗും ഒരുപോലെ. എനിക്ക് ഓർമ്മയില്ലായിരുന്നു ഒരു പ്ലാസ്റ്റിക് റാപ്പുള്ള കാര്യം. പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത് അതിനൊരു പ്ലാസ്റ്റിക് റാപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് അവർ എസ്കോർട്ട് ചെയ്ത് നമ്മളെ ഈ ടെർമിനലിൽ കൊണ്ടുവിട്ടു കേട്ടോ. ഒരാൾ കൂടെ വന്നു. അപ്പോൾ നമ്മൾ കൊടുത്ത പാസ്പോർട്ട് തിരിച്ച് വാങ്ങി അതൊക്കെ കൊടുത്ത് അവർ കൂടെ വരികയാണ്. കാരണം ഞാൻ ഈ ഡ്രോൺ ഇനി വേറെ ആർക്കും കൊടുത്തു പോകാണ്ടിരിക്കാനോ അല്ലെങ്കിൽ ഇവിടെ കെനിയയിൽ ഉപയോഗിക്കരുത്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ എസ്കോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. ഡ്രോൺ വെക്കുമ്പോൾ പറഞ്ഞത് ഡോളറിൽ പൈസ വേണമെന്ന് കേട്ടോ. $3 അടുത്ത് എന്തോ വരുമായിരുന്നു കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ. ഇപ്പോൾ $3 ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് പറഞ്ഞു ഡോളർ എടുക്കുന്നില്ലായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ ഓരോ രാജ്യത്ത് പോകുമ്പോൾ ഞാൻ അവിടുത്തെ കറൻസി കളക്ട് ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പോൾ അത് കയ്യിലുള്ളതുകൊണ്ട് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പിന്നെയും പെട്ടുപോയനെ. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ ബോംബെക്ക് പോവാം, നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാം. കെനിയൻ എയർസ്പേസ് വിടുന്നതിന് മുമ്പ് ഈ നാട്ടിൽ എന്നെ നേരിട്ടും അല്ലാതെയും സഹായിച്ച ഇവിടുത്തെ കുറച്ച് മനുഷ്യരോട് നന്ദി പറഞ്ഞില്ലെങ്കിൽ മോശമായി പോകും. ശരത്തങ്കളും അതിലും കുമാറങ്കളും രമേശേട്ടനും കൂടാതെ ഈ സീരീസിലെ വീഡിയോസിൽ വരാത്ത അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്നതിനിടയിൽ മുറിച്ച് കളയേണ്ടി വന്ന ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ചിലർ. സോമു, നൈറോബിയിലുള്ള ദിവസങ്ങളിൽ നല്ല നാടൻ കേരള വിഭവങ്ങൾ ഉണ്ടാക്കി തന്നിരുന്ന ശരത്തങ്ങളുടെ വീട്ടിലെ ഹൗസ് ഹെൽപ്പ്. അവരുണ്ടാക്കുന്ന ചീരത്തോരനും സാമ്പാറും ഒക്കെ കൂട്ടി ഒരു ഊണ് കഴിച്ചാണ്ടല്ലോ ഒരു കെനിയക്കാരി ഉണ്ടാക്കി തന്നാന്ന് പറയേയില്ല. താങ്ക് യു സോമു ഫോർ ദ ഡെലീഷ്യസ് ഫുഡ് ആൻഡ് ഹെൽപ്പ്. പിന്നെ നന്ദി പറയാനുള്ളത് ഇവിടുത്തെ മലയാളി അസോസിയേഷനിലെ ഒരു കൂട്ടം മലയാളികളോടാണ്. ഇവിടെ വന്ന് 3-ാം ദിവസം കെനിയയിൽ പല ഡെക്കേഡ്സിൽ വന്ന് സെറ്റിലായ കുറച്ച് മലയാളികളെ എന്നെ പരിചയപ്പെടുത്താൻ അതിലൊരു ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്തിരുന്നു. 1970-കളിൽ ഇവിടെ എത്തിയവരും 2 കൊല്ലം മുന്നേ വന്നവരും വരെയുള്ള ഒരു ചെറിയ ഗെറ്റ് ടുഗദർ. അൺഫോർച്ചുനേറ്റ്ലി അന്ന് അവിടെ ഒരു ഗുജറാത്തി ഗ്രൂപ്പിന്റെ ഉച്ചത്തിലുള്ള കരോക്കി സെഷൻ കാരണം വീഡിയോ എടുക്കാൻ പോയിട്ട് ഒന്ന് മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും നടന്നില്ല. അന്ന് വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇതുപോലെ മൊംബാസയിൽ പോയപ്പോൾ ശരത്തങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും ഫാമിലിയും പരിചയപ്പെട്ടിരുന്നു. പല കാലങ്ങളിൽ കെനിയയിൽ വന്ന് സെറ്റിലായവർ, അവർക്കും ഒരു ബിഗ് താങ്ക്സ്. കെനിയയിൽ പരിചയപ്പെട്ട ഓരോ മലയാളികളും എന്നോട് ഒരേപോലെ പറഞ്ഞൊരു കാര്യം എന്താണെന്നോ, ഇവിടെ വന്ന് പലരും വീഡിയോ എടുത്തു പോയിട്ടുണ്ട്, എല്ലാവരെയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ, പക്ഷെ പോയവരൊന്നും കെനിയയുടെ നല്ല വശങ്ങൾ കാണിച്ചില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ രാജ്യത്തിൻ്റെ നല്ല കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണം. ആ കർത്തവ്യം ഞാൻ വൃത്തിയായിട്ട് നിർവഹിച്ചു എന്ന വിശ്വാസത്തോടെ ഞാൻ മുംബൈ നഗരത്തിൻ്റെ ഹൃദയത്തിലേക്ക് പറന്നിറങ്ങും. അങ്ങനെ ഫൈനലി നമ്മൾ ബോംബെയിൽ എത്തിയിരിക്കുന്നു. ഇമിഗ്രേഷനൊക്കെ കടന്നു, ഒരു കുഴപ്പമുണ്ടായില്ല. ഒരു 10 പേര് ഞാനും കൂടിയാണ് കടന്നു കേട്ടോ. എൻ്റെ അടുത്ത് മാത്രം ഡ്രോണുള്ള ബാഗ് മാത്രം അതിൻ്റെ അടുത്ത് കൂടെ കടത്തി വിടാൻ പറഞ്ഞു. കടത്തി വിട്ടു, ഒന്നും പറഞ്ഞില്ല, പൊക്കോളാൻ പറഞ്ഞു. ഞാനതും എടുത്തതേ വന്ന് ഇവിടെ എയർപോർട്ടിൻ്റെ പുറത്തിരിക്കുക കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റ് അല്ല ബുക്ക് ചെയ്തേക്കണം, നാളത്തേക്ക് ഒരു ട്രെയിനാണ് ബുക്ക് ചെയ്തേക്കണം. വെയിറ്റിംഗ് ലിസ്റ്റാണ്, കിട്ടുമായിരിക്കും തോന്നുന്നു. 3 ആണ്. എന്തായാലും ഇന്ന് അവൻ്റെ അടുത്ത് നിന്ന് നാളെ നമുക്ക് ഇവിടുന്ന് നാട്ടിലേക്ക് പോകാം. അപ്പോൾ ഇങ്ങ് വരുന്ന വഴിയുണ്ടല്ലോ, അവിടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ചെന്നൈയിലുള്ള ഒരു ആൻറ്റിയാണ്. ആൻറ്റി ഇവിടെ നൈറോബി സെറ്റിൽഡാണ്. ആൻറ്റി ഇവിടെ പേഴ്സൊക്കെ വെച്ചിട്ട് വാഷ്റൂമിൽ പോയിട്ടുണ്ട്. നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. കുറേ നേരം വർത്താനൊക്കെ പറയുന്നു. കോഫി, I'll buy you coffee? No, நான் உங்களுக்கு வாங்கி தரேன். No, it's okay. I'll get you coffee. இல்ல நான் டிஃபன் சாப்பிட போறேன். தோசை സാപ്പിட പോறீங்களா? ஆமா. ഓക്കെ, வரீங்களா? ഒരു 5 minutes ഞാൻ വരാം. ഓക്കെ. പാവ കേട്ടോ. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒക്കെ കുറച്ച് ഹെൽപ്പ് വേണമായിരുന്നു. അപ്പോൾ ഞാനാണ് ഇതൊക്കെ ചെയ്തു കൊടുത്തത്. അപ്പോൾ എന്തായാലും ആൻറ്റി നന്നായി പാട്ടൊക്കെ പാടും കേട്ടോ. ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് എനിക്ക് ഇങ്ങനെ ക്ലാസിക്കൽ പാട്ടൊക്കെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ അവരതൊക്കെ പാടി കേൾപ്പിച്ചു. ഞാനും ഇടയ്ക്കൊരു പാട്ടൊക്കെ പാടി. അങ്ങനെ രസമായിരുന്നു ഫ്ലൈറ്റിൽ. ഇതാണ് മനീഷ് മാർട്ടിൻ. കുട്ടിക്കാലം മുതലുള്ള കൂട്ടാണ് ഇവനുമായിട്ട്. പണ്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഞങ്ങൾ റൂംമേറ്റ്സ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ചേട്ടൻ DHL മുംബൈയിലാണ്.
മനീഷിൻ്റെ അന്ധേരിയിലുള്ള വീട്ടിൽ പോയി ഫ്രഷ്നപ്പായി അടുത്തുള്ള ഒരു കേരള റെസ്റ്റോറൻറ്റിൽ പോയി ഡിന്നറൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് കുറേ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് നട്ട പാതിരയ്ക്കാണ് ഉറങ്ങിയത്. ലോക്മാന്യ തിലക് ടെർമിനസിൽ നിന്നാണ് ട്രെയിൻ. ഒരു ടാക്സിയും ബുക്ക് ചെയ്ത് തിരിച്ച് കോഴിക്കോട്ടേക്കുള്ള യാത്ര ആരംഭിച്ചു. ഹായ്, കെട്ടിപ്പിടിക്കണ മൊത്തം വൃത്തിയിടാം. ഹായ് ജിറാഫ്. നിനക്ക് വേണ്ട സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്താ. വെച്ചോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. ഒരു തരത്തിലും ഇത് എന്താ AC കിട്ടണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ സ്ലീപ്പറിൽ വന്ന് ഫ്ലൈറ്റൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. 14,000 15,000 പിന്നെ നമുക്കൊരു എക്സ്ട്രാ 5 കിലോ ലഗേജും കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ യാത്ര ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഞാൻ തരുന്ന വീഡിയോയുടെ ചുരുക്കമാണ്. നമ്മുടെ സീരീസും കെനിയ എക്സ്പെഡീഷൻ സീരീസ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ അതിലന്ന് മസൈമാർ വെച്ച് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. ആദ്യം ബുക്ക് ചെയ്യുന്ന 10 പേർക്ക് 20% പിന്നെ ബുക്ക് ചെയ്യുന്നവർക്ക് 5% കേട്ടോ. കൂപ്പൺ കോഡ് ഞാൻ താഴെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചെക്കൗട്ട് ചെയ്യുക. മസ്റ്റായിട്ട് പോകേണ്ട സ്ഥലമാണ് കെനിയ. നമുക്ക് ഒരു ദിവസം പോകണ്ടേ? ഉറപ്പായിട്ടും പോകണം അല്ലേ? അപ്പോൾ റെസ്റ്റ് എടുക്കട്ടെ. ഇന്ന് വൈകുന്നേരം തൃശ്ശൂർ പോകല്ലേ? അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം തൃശ്ശൂർ പോകും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ടാറ്റാ.